ഇന്ന് മഹാശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. ഗുരുശാപം, സ്ത്രീശാപം തുടങ്ങിയ മഹാപാപങ്ങൾ പോലും ശിവരാത്രി വ്രതം മൂലം ഇല്ലാതാകുന്നുവെന്നാണ് വിശ്വാസം. വ്രതശുദ്ധിയോടെ ശിവപൂജകളുമായി ഉപവാസം ഇരിക്കുന്നതും ഉറക്കമിളയ്ക്കുന്നതും ശിവരാത്രിയുടെ പ്രധാന ആചാരങ്ങളാണ്. പൂർവികരുടെ ബലിപൂജയ്ക്ക് മുടക്കം വന്നാൽ പിതൃപൂജയോടെ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നതാണ് ശിവരാത്രിയിലെ പ്രധാന കർമ്മം. ശിവരാത്രി വ്രതത്തിന് പുറകിലെ ഐതിഹ്യം ഇങ്ങനെയാണ്. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടയുമ്പോൾ ഭൂമിയെ നശിപ്പിക്കാൻ കഴിയുന്ന കാളക്കൂട വിഷം പുറത്തു വന്നു. വിഷം ഭൂമിയിൽ സ്പർശിച്ച് ജീവജാലങ്ങൾക്ക് നാശമുണ്ടാകാതിരിക്കാനായി ശിവൻ ആ വിഷം പാനം ചെയ്തു. എന്നാൽ വിഷം ഉള്ളിൽ ചെന്ന് ശിവന് ആപത്തുണ്ടാകാതിരിക്കാനായി പാർവതി ദേവി അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ മുറുകെ പിടിച്ചു. വായിൽ നിന്ന് വിഷം പുറത്തു പോകാതിരിക്കാനായി ഭഗവാൻ വിഷ്ണു വായ് പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം ശിവന്റെ കണ്ടത്തിൽ ഉറയ്ക്കുകയും കഴുത്ത് നീല നിറമാവുകയും ചെയ്തു. അങ്ങനെയാണ് ഭഗവാൻ നീലകണ്ഠൻ എന്നും നാമധേയം ചെയ്യപ്പെട്ടത്. ഭഗവാൻ ശിവന് ആപത്തുണ്ടാകാതിരിക്കാനായി പാർവതി ദേവി ഉറക്കമിളച്ചിരുന്നു പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് ഐതിഹ്യം. ശിവരാത്രി വ്രതം ഏറെ ചിട്ടയോടെ അനുഷ്ഠിക്കേണ്ട ഒന്നാണ്. തലേന്ന് മുതൽ ഒരിക്കലോടെ വ്രതം ആരംഭിക്കണം. തലേന്ന് വൈകുന്നേരം അരി ആഹാരം പാടില്ല. പകലുറക്കം, എണ്ണ തേച്ച് കുളി ഇവ അരുത്. ശിവരാത്രി ദിവസം അതിരാവിലെ ഉണർന്ന് ദേഹശുദ്ധി വരുത്തിയ ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തണം. ശിവന് ഏറ്റവും പ്രിയപ്പെട്ട കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തിന്റെ ഇല കൊണ്ട് അർച്ചനയും ജലധാരയും നടത്തുന്നതും ഈ ദിവസത്തെ വിശിഷ്ട വഴിപാടുകളാണ്. രാത്രി ഉറക്കം ഒഴിച്ചുകൊണ്ടുള്ള വ്രതമാണ് ശിവരാത്രിയുടെ മറ്റൊരു പ്രത്യേകത. ശിവരാത്രി ദിനത്തിൽ പൂർണ്ണ ഉപവാസമാണ് നന്ന്. അതിനു കഴിയാത്തവർക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള നേദ്യമോ കരിക്കിൻ വെള്ളമോ പഴമോ കഴിക്കാം. ശിവരാത്രി വ്രതം നോൽക്കുന്നവർ അരി ഭക്ഷണം കഴിക്കരുത്. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് നേദിച്ച് വെള്ള നിവേദ്യം കഴിച്ചും വ്രതം അനുഷ്ഠിക്കാം. സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. ആലുവ, മണപ്പുറവും പരിസരവും ശിവരാത്രി മഹോത്സവത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. വ്രതം ആരംഭിച്ച് കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങളും. എല്ലാവർക്കും ഈ ശിവരാത്രി ദിനത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും നേരുന്നു.